മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 23 തിങ്കൾ. വാർത്താ ഏജൻസിയായ UNIയുടെ റഫീമാഗിലെ ഓഫീസ് ഡൽഹി പോലീസ് ബലപ്രയോഗത്തിലൂടെ അടച്ചുപൂട്ടി മുദ്രവെച്ചതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. വസ്തുതർക്കത്തിന്റെ മറവിൽ മാധ്യമവേട്ട. മാർച്ച് 20 ഡൽഹി പോലീസും കേന്ദ്ര റിസർവ് പോലീസും CRPF റഫീമാഗിലെ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ UNI ആസ്ഥാന മന്ദിരം അടച്ചുപൂട്ടി മുദ്രവെച്ചു. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവുമായാണ് അവർ എത്തിയത്. വർഷങ്ങളായി നടക്കുന്ന കോടതി വ്യവഹാരത്തിന്റെ പരിണതിയാണ് ആസ്ഥാന മന്ദിരവും വളപ്പും സർക്കാരിന് തിരിച്ചു നൽകുന്ന ഉത്തരവ്. ആത്യന്തികമായി വസ്തുതർക്കമാണ് ഇത്. തലസ്ഥാന നഗരിയിലെ കണ്ണായ സ്ഥലത്ത് ഇന്ന് 409 കോടിയോളം രൂപ മതിപ്പുള്ള ഭൂസ്വത്ത് 1979 മുതൽ UNI എന്ന വാർത്താ ഏജൻസി കൈവശം വെച്ചു പോരുന്നു. അവിടെ വലിയൊരു മാധ്യമ സമുച്ചയം നിർമ്മിക്കുമെന്ന ഉറപ്പിലാണ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ അവരത് നിർമ്മിച്ചിട്ടില്ല. പലതവണ സമയപരിധി നീട്ടുകയും അവസരം നൽകുകയും ചെയ്തതാണ്. പക്ഷേ അവർ കരാർ പാലിച്ചില്ല എന്ന ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിന്റെ വാദം കോടതി അംഗീകരിച്ചു. 45 വർഷമായി കരാർ പാലിക്കുന്നതിൽ UNI ദയനീയമായി പരാജയപ്പെട്ടു എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ആ സ്വത്ത് സർക്കാരിലേക്ക് തിരിച്ചു നൽകിയത്. UNI സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ആ കോടതി ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് പോലീസ് വാദിക്കുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂട്ടി ഓഫീസ് പിടിച്ചെടുത്ത നടപടിക്രമമെല്ലാം തങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ അതിക്രമം ഒന്നും കാട്ടിയിട്ടില്ല, മറിച്ച് നിയമം നടപ്പാക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ ഈ അവകാശവാദം പക്ഷേ അർദ്ധസത്യം മാത്രമാണ്. കോടതി ഉത്തരവ് പാലിക്കുകയാണ് അവർ ചെയ്തത് എന്നത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ നിയമപാലനത്തിനും വേണം മര്യാദയും മാന്യതയും. കോടതി ഉത്തരവ് വരാൻ കാത്തുനിന്ന പോലെയാണ് മണിക്കൂറുകൾക്കകം ഉത്തരവ് കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും മുൻപ് പോലീസും അർദ്ധസൈനികരും ഭീകരാന്തരീക്ഷമുണ്ടാക്കി മാധ്യമ ആസ്ഥാനത്തേക്ക് ഇരച്ചു ചെന്നത്. അവിടെ ഉണ്ടായിരുന്നവരെ ജോലിക്കിടയിൽ അവരവരുടെ സാധനങ്ങൾ എടുക്കാൻ പോലും സമയം നൽകാതെ ബലമായി പുറത്താക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന പണി ഒന്ന് ഒതുക്കാനോ സ്വന്തം സാധനങ്ങൾ ശേഖരിക്കാനോ ജീവനക്കാർക്ക് അല്പം സാവകാശം കൊടുക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? ചില ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായും ആരോപണമുണ്ട്. പോലീസുകാരും ഒപ്പമുണ്ടായിരുന്ന 2 അഭിഭാഷകരും അസഭ്യം വർഷിച്ചതായും ഡൽഹി പോലീസുകാർ വനിതാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതായും ആരോപിക്കപ്പെടുന്നു. തങ്ങൾ എല്ലാം വീഡിയോയിൽ പിടിച്ചു എന്ന് പറയുന്ന പോലീസ് അതെല്ലാം അവിടെ ഉണ്ടായിരുന്നവരും പകർത്തുന്നുണ്ടായിരുന്നു എന്ന കാര്യം മറന്നു. ന്യൂസ് റൂമിൽ മാധ്യമ പ്രവർത്തകരെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളടക്കം അതിൽപ്പെടും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ആജ്ഞപ്രകാരം യൂണിയൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പോലീസ് മാധ്യമ കേന്ദ്രം ഒഴിപ്പിക്കാൻ കാട്ടിയ തിടുക്കം തന്നെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. മാധ്യമ സമുച്ചയ നിർമ്മാണത്തിന് പലകുറി പരിധി നീട്ടിക്കൊടുത്തതായി വാദിച്ച സർക്കാരിന്റെ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ന്യായമായ മറുവാദം പരിഗണിച്ചില്ല. തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ സർക്കാർ തല തടസ്സങ്ങൾ UNI ചൂണ്ടിക്കാട്ടിയത് കോടതിയും അവഗണിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സമയം പോലും അനുവദിക്കാതെ കെട്ടിടം പിടിച്ചെടുക്കാൻ പോലീസിനെ വിട്ടത് സർക്കാരിന്റെ മാധ്യമ വിരുദ്ധ നിലപാടിന്റെ വിളംബരം തന്നെയാണ്. മാധ്യമ സ്വാതന്ത്ര്യമോ മാധ്യമ പ്രവർത്തനമോ തങ്ങൾക്ക് വിഷയമല്ല എന്ന സന്ദേശം അത് ഉൾക്കൊള്ളുന്നുണ്ട്. ജനാധിപത്യമല്ല, രാഷ്ട്രീയവും അധികാരവുമാണ് വലുത് എന്ന സന്ദേശം. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മറ്റൊരു കരിദിനമെന്നാണ് UNIയും ആ വാർത്താ ഏജൻസിയുടെ ഉടമസ്ഥരായ ദി സ്റ്റേറ്റ്സ്മനും അധികൃത നടപടിയെ വിശേഷിപ്പിച്ചത്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ വിമൻസ് പ്രസ് കോർ തുടങ്ങി വിവിധ മാധ്യമ സ്ഥാപനങ്ങളും രാഷ്ട്രീയ കക്ഷികളും സർക്കാരിന്റെ മാധ്യമ വിരുദ്ധ സമീപനത്തെ അപലപിച്ചിട്ടുണ്ട്. വസ്തുതർക്കം പോലും മാധ്യമങ്ങളോടുള്ള കലിപ്പ് തീർക്കാൻ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തോടുള്ള പുച്ഛം തന്നെയാണ്. മോദി ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ RSF മാധ്യമ സ്വാതന്ത്ര്യ കണക്കനുസരിച്ച് 180 രാജ്യങ്ങളിൽ 151 ഇന്ത്യയുടെ ദയനീയ സ്ഥാനം. രാഷ്ട്രീയ വൈരനിര്യാതനം, കോർപ്പറേറ്റ് കുത്തകവൽക്കരണം, സാമ്പത്തികമായി ഞെരുക്കൽ, ആക്രമണങ്ങൾ, അനാവശ്യ അറസ്റ്റും കേസുകളും, പത്രമാരണ നിയമങ്ങൾ തുടങ്ങി പലതരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട്. വിവരാവകാശ നിയമത്തിൽ കലർപ്പ് ചേർത്തും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് വിലങ്ങിടുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ UNIയുടെ കെട്ടിടം ഒഴിപ്പിച്ച സംഭവം വസ്തുതർക്കത്തിലെ നിയമപാലനം മാത്രമായി കാണാനാവില്ല. എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സാധിക്കുമോ അപ്പോഴെല്ലാം അങ്ങനെയെല്ലാം മാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്തുമെന്ന പ്രഖ്യാപനം കൂടിയാണത്. കെട്ടിടം ഒഴിപ്പിക്കലിന്റെ രീതിയും അതിലെ അനാവശ്യ തിടുക്കവും നിയമം നടപ്പാക്കാനുള്ള ആവശ്യത്തെക്കാൾ അമിതാധികാരം കാട്ടി വിരട്ടാനുള്ള വാശിയാണ് കാണിക്കുന്നത്. ചെറുതും വലുതുമായ പല സംഭവങ്ങളിൽ പല സന്ദർഭങ്ങളിലായി മാധ്യമങ്ങളെ ഒതുക്കാൻ ശ്രമങ്ങൾ തുടരുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾ ഈ പ്രവണത തിരിച്ചറിഞ്ഞ് അതിനെ ചെറുക്കേണ്ടതുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.